ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പം ബാക്കി വന്നിട്ടുള്ള ചോറിനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ തലേന്ന് കുറച്ച് നെയ്ച്ചോറ് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് എങ്ങനെ കഴിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ച്. അപ്പോൾ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എനിക്ക് എപ്പോഴും പാത്രം എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, മുളക് ക്രഷ് ചെയ്തത്, ചുവന്ന മുളക് ക്രഷ് ചെയ്തത്, അതുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പാത്രം എടുത്തതിന് ശേഷം അത് ചൂടായ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഈ ചൂടായ എണ്ണ നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് കപ്പ് എടുത്തതെന്ന്, കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന ഒരു സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ അളവനുസരിച്ചിട്ട് വേണം കേട്ടോ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് നെയ്ച്ചോറാട്ടുള്ളത് എൻ്റെ അടുത്ത്. അപ്പോൾ അതിനുള്ളതാണ് ഞാനിപ്പോൾ മുട്ട എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 കപ്പ് നെയ്ച്ചോറ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നെയ്ച്ചോറ് ബാക്കിയുള്ളതാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ട്. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ബസുമതി റൈസോ അല്ലെങ്കിൽ നമ്മൾ സാധാ ചോറ് വെക്കുന്ന റൈസിലുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇതുപോലെ ഇങ്ങനെ വേവിച്ചിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് കഴിച്ചാൽ നല്ല അടിപൊളി കേട്ടോ. ഇപ്പോൾ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ടില്ല കേട്ടോ. നമ്മളിത് കാണുമ്പോൾ വിചാരിക്കുന്നത് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ്, സൂപ്പറാണ്. ഇതിന് വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതിന് കുറച്ചൊന്ന് നമുക്കൊന്ന് മുഞ്ചാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു ബുൾസൈ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ അങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ മതി, ഒന്നും വേണ്ടില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.